പ്രിയ ഉദ്യോഗാർത്ഥികളെ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ 4000-ഓളം വേക്കൻസികൾക്ക് അപേക്ഷ ക്ഷണിച്ച വിവരം മുൻ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. UDC അപ്പർ ഡിവിഷൻ ക്ലാർക്സ്, സ്റ്റെനോഗ്രാഫേഴ്സ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഇങ്ങനെ 3 തസ്തികകളിലേക്കാണ് ESIC അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് എന്നും വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇന്ന് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഇന്നുൾപ്പെടെ 15 ദിവസം മാത്രമാണ് അപേക്ഷകൾ അയക്കാനുള്ളത്. ESICയുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു പ്രത്യേകം പറയുന്ന കാര്യം, അപേക്ഷകൾ നേരത്തെ അയക്കുക, അവസാനം വരെ വെച്ചുകൊണ്ട് ഇരിക്കരുത്. കാരണം സ്വാഭാവികമായിട്ടും ഡേറ്റ കൺജഷൻ ഉണ്ടാകും. അപ്പോൾ ഇതുവരെ ആരെങ്കിലും അപേക്ഷിക്കാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഗ്രാജുവേഷനാണ് UDC തസ്തികകളിലേക്കുള്ള അടിസ്ഥാന യോഗ്യത, MTSന് +2. ഇതിൻ്റെ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന ഒരു ഫോക്കസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഇൻഫർമേഷൻ, പരീക്ഷയുടെ ഇൻഫർമേഷൻ എല്ലാം മുൻ വീഡിയോകളിലുണ്ട്. esic.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപ്പോൾ അപേക്ഷകൾ എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക. ഇനി നമുക്ക് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ എന്ന് ഒന്ന് ശ്രദ്ധിക്കാം. പ്രിലിംസ്, മെയിൻസ് എന്ന 2 ഘട്ടങ്ങളാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. ഇൻ്റർവ്യൂ ഇല്ല. പ്രിലിംസ് പരീക്ഷയ്ക്ക് 25 ചോദ്യങ്ങൾ വീതം, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ 4 സബ്ജക്റ്റിലാണ്. ഇതുപോലെ തന്നെ മെയിൻസിന് 50 ചോദ്യങ്ങൾ വെച്ച്, അതാണ് വ്യത്യാസം. പ്രിലിംസിന് 25x4 100 ചോദ്യങ്ങൾ, മെയിൻസിന് 50x4 200 ചോദ്യങ്ങൾ. ഇതൊക്കെ ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. പക്ഷേ ഈ പരീക്ഷയോട് നമ്മൾ എങ്ങനെയാണ് അടുക്കുന്നത്, അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മളുടെ ആപ്ലിക്കേഷൻ അയച്ചിട്ട് പരീക്ഷ അടുക്കാറാകുമ്പോൾ ഒരു പുസ്തകം എവിടെന്നെങ്കിലും സംഘടിപ്പിക്കും. മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ESIC റിക്രൂട്ട്മെൻ്റ് എന്ന് പ്രിൻ്റ് ചെയ്ത് വളരെ കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഉദ്യോഗാർത്ഥിയുടെ പടവും നൽകി ഉള്ള പുസ്തകങ്ങൾ ധാരാളമായി ഉണ്ടാകും. ഇതിലേതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യും. പലപ്പോഴും സംഭവിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത് ആവേശത്തോടെയാണെങ്കിലും അതിൻ്റെ മേൽ അല്പം പോലും പ്രവർത്തനം ഉണ്ടാവില്ല. ഇത്തരം ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷകളിൽ നേടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്താണെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം മത്സര പരീക്ഷകൾക്കെല്ലാം വളരെ ശ്രദ്ധയോടെയും ശക്തിയോടെയും പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. അവരോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കൂട്ടയോട്ടത്തിൽ ഒരാളായി, ഒരു ഓൾസോ റാനായിട്ട് അർത്ഥമില്ല. നമുക്ക് ഓരോ സബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. മാർച്ച് മാസത്തിൻ്റെ 2ാം പകുതിയിലാണ് പ്രിലിംസ് പരീക്ഷ. മെയിൻസ് പരീക്ഷ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 2022 ഏപ്രിലാണ്. അപ്പോൾ നമുക്ക് ഇനഫ് ടൈമുണ്ട്, ആവശ്യത്തിന് സമയം നമുക്കുണ്ട്. പക്ഷേ പ്രിപ്പറേഷൻ എങ്ങനെ പോകണം? കണക്കിൻ്റെ കാര്യം ആദ്യം എടുക്കാം. കണക്ക് എന്ന് പറയുന്നത്, ഞാൻ കണക്ക് പഠിച്ചിട്ടില്ല, ഐച്ഛികമായി കണക്ക് പഠിച്ച ആളല്ല, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ മാത്രമേ ഞാൻ കണക്ക് പഠിച്ചിട്ടുള്ളൂ, അതിനുശേഷം ഞാൻ കണക്ക് പഠിച്ചിട്ടില്ല, എനിക്ക് കണക്ക് എന്നും ഒരു ബാലികേറാമലയായിരുന്നു. ഇങ്ങനെയുള്ള സന്ദേഹങ്ങളും സന്ദേശങ്ങളും ഒക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഉന്നയിക്കാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, ഇത് ഒരു മത്സര പരീക്ഷകളൊന്നും തന്നെ കണക്കിൻ്റെ പരീക്ഷയല്ല. ബാങ്ക് ടെസ്റ്റ് പരീക്ഷ, സ്റ്റാഫ് സെലക്ഷൻ പരീക്ഷ, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നവർക്ക് ഈ പറയുന്ന ESIC പരീക്ഷ ഓർക്കുക, 1-2 പടി താഴെയുള്ളൊരു പരീക്ഷയാണ്. പക്ഷേ പ്രവർത്തന നൈരന്തര്യമില്ലാതെ വിജയിക്കാനാകില്ല. കണക്കാണെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ അരിത്തമെറ്റിക്സ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ദ കോൺസെപ്റ്റ് ഓഫ് വർക്ക്, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്, ആവറേജസ്, പെർസെൻറ്റേജസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യതയും വേഗതയും തന്നെയാണ് ഈ പരീക്ഷയിൽ വിജയം നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടോപ്പിക് വൈസായിട്ട് ഈ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻറ്റൽസിലേക്ക് പോവുക, പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ധാരാളം ക്വസ്റ്റ്യൻസ് അത് പ്രാക്ടീസ് ചെയ്യുക.
തീർച്ചയായിട്ടും ICDയുടെ വീഡിയോകൾ നിങ്ങളെ ഒരുപാട് സഹായിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ 27 കൊല്ലമായി ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കറിയാം ഈ പരീക്ഷയുടെ റേഞ്ച് എന്താണ്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കുന്നതെന്നറിയാം. അപ്പോൾ ഈ വീഡിയോകൾ നിങ്ങളെ ധാരാളമായി സഹായിക്കും, ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വരുന്ന ചോദ്യങ്ങളെല്ലാം കൃത്യതയോടെ എടുത്തു വെച്ച് ചെയ്യുക. ഈ ചോദ്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ലെവൽ ഓഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ 100% കമ്മിറ്റഡ് ആയിട്ട് പഠിക്കുക. ICDയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പ്രിലിംസ്, മെയിൻസ് എന്ന 2 തലത്തിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ധാരാളം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ കൃത്യതയോടെ ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കും തിങ്സ് ആർ വിത്തിൻ യുവർ കൺട്രോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ പരിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നതായി മനസ്സിലാകും. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൃത്യത, വേഗത. എല്ലാ ചോദ്യങ്ങളും കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി ചോദ്യങ്ങൾ കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേഗത നമുക്ക് പിറകെ വന്നോളും. ആദ്യം ശ്രമിക്കേണ്ടത് കൃത്യതയ്ക്കാണ്, വേഗത പിന്നാലെ വന്നുകൊള്ളും. അപ്പോൾ എത്ര ചോദ്യങ്ങൾ ചെയ്യുന്നു അത്രയും നല്ലതാണ്. എത്ര ചോദ്യങ്ങൾ മനസ്സിലൂടെ പ്രോസസ്സ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് സർപ്രൈസുകൾ ഉണ്ടാകില്ല. കാരണം എല്ലാവിധ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒന്നുകൂടെ ഈ സിലബസിനുള്ളിൽ നിന്ന് വ്യക്തമായി ആദ്യം ടോപ്പിക് വൈസായിട്ട് പഠിക്കുക. പിന്നീട് മിസലേനിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് ധാരാളം ചെയ്യുക. ധാരാളം പരീക്ഷകൾ ഓൺലൈനായിട്ട് തന്നെ എഴുതുക. ഓഫ്ലൈനായിട്ടും ചോദ്യപേപ്പറുകൾ കരസ്ഥമാക്കി ചെയ്യുന്നത് നന്നായിരിക്കും. ഇതേ സ്ട്രാറ്റജി തന്നെയാണ് റീസണിങ്ങിന് വേണ്ടി. റീസണിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു പർട്ടിക്കുലർ സിലബസിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. സാധാരണ യുക്തി പരിശോധന, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, നമ്പർ അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വരുന്നത്. വെർബൽ റീസണിങ് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഏതൊക്കെ തലത്തിൽ പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാമോ അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ICDയിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിലെ ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരമാവധി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്യുറസി ഉണ്ടാകും, കൃത്യത ഉണ്ടാകും, വേഗത, സ്പീഡ് രണ്ടും കൈവരിക്കും. ചെയ്യുന്ന എറർ പെർസെൻറ്റേജ് കുറഞ്ഞു വരും. പക്ഷേ മിറക്കിൾസ് പ്രതീക്ഷിക്കരുത്. യാതൊരു വിധത്തിലുള്ള മിറക്കിളും സംഭവിക്കില്ല. നിങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ വേഗതയും കൃത്യതയും നിങ്ങൾക്ക് കൈവരും. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ധാരാളം വീഡിയോകൾ കണ്ടിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ, 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG മുതൽ 10ാം ക്ലാസ് വരെയും പിന്നീട് ഡിഗ്രി വരെയും ഒക്കെ ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, സെൻറ്റൻസുകൾ കറക്റ്റായിട്ട് എഴുതാൻ കഴിയുന്നില്ല. അപ്പോൾ മൂലമായ കാരണം നമ്മളുടെ ക്വാളിഫിക്കേഷൻ ബെനിഫിറ്റ്സ് അല്ല. നമ്മൾ ഭാഷയെ ഒരല്പം ഇഷ്ടപ്പെടണം. ഞാൻ പറയുന്ന എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ എക്കാലവും പറയുന്ന കാര്യം, നിങ്ങൾ വായനയിലേക്ക് കടക്കുക. ന്യൂസ് പേപ്പർ വായന എന്നത് ഒരു ശീലമാക്കി മാറ്റുക. എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ ഇംഗ്ലീഷ് പത്രം വായിക്കുക. 2, എല്ലാ ദിവസവും ഒരു 3-4 വാക്കുകളെങ്കിലും, പുതിയ വാക്കുകളെങ്കിലും പഠിക്കുക. ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും വേർഡ് ഓഫ് ദ ഡേ എന്നൊക്കെ പറഞ്ഞ് ധാരാളം കൊടുക്കാറുണ്ട്. ഇത് ധാരാളം കേൾക്കുക, ധാരാളം കാണുക, വായിക്കുക. ഇതൊക്കെ നിരന്തരമായി ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സെൻസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് കൂടുതലുണ്ടാകും. പിന്നെ ധാരാളം പരീക്ഷകൾ ചെയ്യുക. ഞങ്ങളുടെ ആപ്ലിക്കേഷനിലൂടെയും ഞങ്ങളുടെ റെഗുലർ ക്ലാസ്സിലൂടെയും ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ലൈവ് ക്വസ്റ്റ്യൻസ്, പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ, അതേപോലത്തെ ചോദ്യങ്ങൾ ഞങ്ങൾ ധാരാളം തരാറുണ്ട്. അത് കർശനമായി ചെയ്തു നോക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞപ്പോൾ, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കുന്നു. ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ടോപ്പിക്, ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ആണെന്നിരിക്കട്ടെ, വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ 1 ഭാഷ വേണം, 2 ആ ടോപ്പിക്കുമായിട്ടൊരു അഡാപ്റ്റബിലിറ്റി വേണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വായന വളരെ എളുപ്പമാകും. പലപ്പോഴും വായനാശീലം കുറവുള്ളവർക്ക് 1 ഭാഷ കമ്മിയായിരിക്കും, 2 ഭാഷ ഉണ്ടെങ്കിൽ പോലും ആ പർട്ടിക്കുലർ
ടോപ്പിക്കിൻ്റെ അഡാപ്റ്റബിലിറ്റി ഇല്ല എങ്കിൽ വായിച്ചാൽ മനസ്സിലാകുന്നത് അതിൻ്റെ തോത് കുറവായിരിക്കും. അപ്പോൾ നല്ല പോലെ റീസണബിളി നല്ല പരന്ന വായനയുള്ളവർ അവർക്ക് ഈ ടോപ്പിക്കുകൾ വളരെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം അവർ ഓൾറെഡി പത്രങ്ങളിലുമൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്തെ പരീക്ഷകളുടെ ട്രെൻഡ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഗ്രാമർ ഓറിയൻറ്റഡ് ആയിട്ടൊന്നുമല്ല ചോദിക്കുന്നത്, പകരം ഒരു ഫങ്ഷണൽ എബിലിറ്റി ഓഫ് ലാംഗ്വേജ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫങ്ഷണലി ഒരു നന്നായിട്ട് പത്രം വായിക്കുന്ന ഒരാൾക്ക് ഒരു പദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, ഇങ്ങനെ ഫങ്ഷണൽ യൂസ് ഓഫ് ലാംഗ്വേജ് ആണ് പലപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വലിയൊരു ഗ്രാമർ നോളജ് ഒന്നും അല്ല ഇത്തരം പരീക്ഷകൾക്ക് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് മനസ്സിലുണ്ടാകട്ടെ. അപ്പോൾ ഞാൻ പറയുന്നു, ആര് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നോ, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നോ, അത് ESIC ആവട്ടെ, ബാങ്ക് പരീക്ഷ ആവട്ടെ, സ്റ്റാഫ് സെലക്ഷൻ ആവട്ടെ, ഈവൻ UPSC എക്സാമിനേഷൻസ് ആകട്ടെ, ഒരു പത്രം നന്നായി വായിക്കണം. ഒരു 2 മണിക്കൂർ പത്രം വായിക്കുക. അതൊരു നഷ്ടമായി കരുതാതിരിക്കുക. അത് നിങ്ങളുടെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതുക. 4ാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്, പൊതുവിജ്ഞാനമാണ്. ബാങ്ക് പരീക്ഷകൾക്കാണെങ്കിൽ ജനറലി കറണ്ട് ഈവൻറ്റ്സ് മാത്രമേ ചോദിക്കാറുള്ളൂ. അത് തന്നെ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഫിനാൻസ് ആൻഡ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ് ഫിനാൻസ് ഇക്കണോമിക്സ് മാത്രമൊന്നുമല്ല, ഫിനാൻസിലും ഇക്കണോമിക്സിലും പണ്ഡിറ്റാവണമെന്നില്ല. ഇപ്പോഴിതാ ഇന്ന് ഫെബ്രുവരി 1-ാം തീയതി ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ബജറ്റിലെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഒക്കെ വരാം. പക്ഷേ ഈ ESIC പോലുള്ള പരീക്ഷകൾക്ക് അല്പം സ്റ്റാറ്റിക് GAയും കൂടെ ചോദിക്കാറുണ്ട്. ജനറലി എല്ലാം ഒരു കറണ്ട് ഈവൻറ്റ്സ് തന്നെയാണ്. ഒരു 40, 60, 65, 70% വരെ കറണ്ട് ഈവൻറ്റ്സ് ആണ്. പക്ഷേ കുറച്ച് സ്റ്റാറ്റിക് GAയും കൂടെ ചോദിക്കാറുണ്ട്. ഉദാഹരണം, കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്, മാനസ് സാങ്ച്വറി എവിടെയാണ്, താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണ് ബേർഡ് സാങ്ച്വറി, ഇന്ത്യൻ പോലീസ് അക്കാദമി എവിടെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്. ഇത്തരം ചോദ്യങ്ങളും ഒക്കെ സ്പൈസി ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട അവാർഡുകൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമുകൾ, ഇതെല്ലാം ചോദിക്കാറുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതെല്ലാം ICDയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ക്ലാസ്സിലൂടെയും നിങ്ങൾക്ക് നൽകും. പക്ഷേ നിങ്ങളുടേതായ ഒരു ഇച്ഛാശക്തി ഇതൊക്കെ പഠിക്കുന്നതിൽ കാണിക്കണം. ഞാൻ കരുതുന്നത് ഒരു 50 ദിവസം ഒരാൾ കമ്മിറ്റഡ് ആയിട്ട് ഇതിന് പഠിക്കാനിരിക്കുകയാണെങ്കിൽ നേടാവുന്നതേ ഉള്ളൂ. ഒരു 50 ദിവസം, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ഒരു 50 ദിവസം ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട്, മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട്, ഇപ്പോൾ അനുകൂലവുമാണ്, കൊറോണ ദിവസങ്ങളാണ്, പുറത്തു പോകേണ്ടതില്ല. അപ്പോൾ മനസ്സ് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ സോക്കോൾഡ് സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി കുറയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു 50 ദിവസം ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ, എനിക്കിത് നേടണം, എനിക്കിതൊരു സുവർണാവസരമാണ് എന്ന് കരുതി പഠിക്കുകയാണെങ്കിൽ വിജയം തീർത്തും പ്രാപ്യമാകും. അങ്ങനെയാകട്ടെ. അപ്പോൾ ആപ്ലിക്കേഷനെല്ലാം ഉടനടി അയയ്ക്കുക, പഠിച്ചു തുടങ്ങുക. ICDയുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വളരെ സീരിയസ് ആയിട്ട് പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക. മറ്റുള്ളവരും വളരെ പെട്ടെന്ന് പഠനം നന്നായി തുടങ്ങുകയും തുടരുകയും ചെയ്യുക. ICDയുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ICDയുടെ ടെലിഫോൺ നമ്പറായ 7994607994 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോഴ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, പഠിക്കാനായി വരിക, നന്നായി പഠിക്കുക. വിജയമുണ്ടാകട്ടെ. നന്ദി.